നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ചങ്ക് കിടന്ന ആളുകയാണ്. KSIDCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ SFIO റെയ്ഡിന് വന്നതോടെ പിണറായി വിജയൻ രണ്ടും കെട്ട് നിൽക്കുകയാണ്. സർക്കാർ സ്ഥാപനത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിനെത്തിയതോടെ കളി കാര്യമാകുകയാണ്. കർത്തയുടെ ഓഫീസിൽ വന്നിട്ട് ആ വഴി SFIO പോകുമെന്നാണ് മുഖ്യമന്ത്രി കരുതിയത്. പക്ഷേ സർക്കാർ ഓഫീസിലും കാലുകുത്തി. ഇനി AKG സെന്ററിലേക്ക്, ക്ലിഫ് ഹൗസിലേക്ക്, നേരെ വീണയിലേക്കെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. മുഖ്യൻ മകളെ ദുബായിക്ക് കടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങ് ദുബായിലും ഷാർജയിലും പരന്നു കിടക്കുകയാണ് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ സാമ്രാജ്യം. മകളെ മുഖ്യൻ കടൽ കടത്തുമോ എന്ന ചോദ്യം ശക്തമാകുന്നു. അങ്ങനെ വീണ കടൽ കടന്നാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. കേരളത്തിൽ ഇത്ര വലിയ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് മുഖ്യമന്ത്രി ഡൽഹിയിലാണ്, അതും കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിൽ സമരം ഘടിപ്പിച്ചപ്പോൾ തന്നെയാണ് ഇങ്ങ് കേരളത്തിൽ തിരുവനന്തപുരത്ത് SFIO അന്വേഷണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതും. ഇരട്ട പ്രഹരമാണ് സർക്കാരിനും പാർട്ടിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, KSIDCയിൽ SFIO എത്തി എന്നുള്ളതാണ്. രണ്ടാമത്തേത്, SFIO അന്വേഷണത്തിനെതിരെ KSIDCയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് കോടതി ചോദിച്ചു. രേഖകൾ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ച കോടതി എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നതെന്നും KSIDCയോട് ചോദിച്ചു. എന്തിനാണ് ഒരുപാട് ആശങ്കപ്പെടുന്നത്? ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെന്തിന് ഭയക്കണമെന്ന് KSIDCയോട് കോടതി ചോദിച്ചത്. അങ്ങനെ SFIOയ്ക്കെതിരെ കൊണ്ടുപിടിച്ച് കോടതിയിലേക്ക് ഓടിയതാ അവിടുന്നും കിട്ടി കണക്കിന്. കോടതിയുടെ റെലവന്റ് ആയ ചോദ്യം എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നത് തന്നെയാണ്. ഒളിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ മറക്കേണ്ട കാര്യമില്ല, ഭയക്കേണ്ട കാര്യവുമില്ല. പക്ഷേ KSIDCയിൽ SFIO കയറിയതിന് തൊട്ടു പിന്നാലെയാണ് CPMഉം സർക്കാരും ചൂട് പിടിച്ചു തുടങ്ങിയതും നെട്ടോട്ടം തുടങ്ങിയതും. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ളത്. വ്യവസായ വകുപ്പിന് കീഴിലെ സ്ഥാപനമാണ് KSIDC. മന്ത്രി P. രാജീവ് ഉൾപ്പെടെ മറുപടി പറയണം. എന്നാൽ എക്സാലോജിക്കിലെ കളി എന്ത്? CMRLുമായി എക്സാലോജിക്കിന്റെ ബന്ധം, ഇതെല്ലാം പിണറായിക്കും മകൾക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. പാർട്ടിയെ ആടിക്കളിക്കട കൊച്ചുരാമ കളിപ്പിക്കുകയാണ് തായ്ക്കണ്ടിയിൽ തറവാട്. പിണറായി വിജയനെ പോലെ തന്നെ MV ഗോവിന്ദനും നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ്സാണ് എക്സാലോജിക്കിന് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ കുരുക്ക് തന്നെയാണ്. KSIDCയിലെത്തിയ SFIO സംഘം AKG സെന്ററിൽ എത്തുമെന്നാണ് ഇനി സൂചന. എക്സാലോജിക്കും AKG സെന്ററും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാകുക. അങ്ങനെ കേന്ദ്ര ഏജൻസി AKG സെന്ററിൽ കയറിയാൽ അത് പാർട്ടിക്ക് മുഖത്തേറ്റ അടിയാകും. അതുമാത്രമല്ല, കൂട്ടയടി തുടങ്ങും പാർട്ടിയിൽ. കേന്ദ്ര ഏജൻസി AKG സെന്ററിൽ വന്നതിന് കാരണക്കാരി വീണയാണ്. എന്തിന് വീണയെ പാർട്ടി താങ്ങണം എന്ന ചോദ്യങ്ങൾ ഉയരും. അതോടെ പിണറായിക്ക് നേരെ ചോദ്യ ശരങ്ങളാകും. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. ഒടുവിൽ ഗോവിന്ദനും കൈമലർത്തും. KSIDCയിൽ വരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതോടെ വീണയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് അടുത്തത് വീണയിലേക്ക് തന്നെയെന്ന് CPM ഉറപ്പിച്ചു കഴിഞ്ഞു. അതാണ് വീണയ്ക്ക് കവചമൊരുക്കാൻ ഈ പരക്കം പാച്ചിൽ. കേസിൽ വീണ വിജയൻ കുടുങ്ങില്ലെന്ന് ഉറപ്പിക്കാൻ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനങ്ങളാണെന്നാണ് സൂചനകൾ. സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനമുണ്ട്. ഇതിനൊപ്പം കൊച്ചിയിൽ ക്വിക്ക് റെസ്പോൺസ് ടീമും ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലാണ്. 2 ദിവസം അവിടെയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് കേരള ഹൗസിൽ കൺട്രോൾ റൂമും ഉണ്ട്. കേന്ദ്ര ഏജൻസികളുടെ ഓരോ നീക്കവും തിരിച്ചറിഞ്ഞ് പ്രതിരോധത്തിനാണ് ഈ സംവിധാനങ്ങൾ. KSIDCയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതിന് പിന്നാലെ തന്നെ ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരുന്നു. കൊച്ചിയിലെ ക്വിക്ക് റെസ്പോൺസ് ടീമാണ് ഇതിന് പിന്നിൽ നീങ്ങിയത്. ആരെങ്കിലും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ അടക്കം നേരിടാനുള്ള ഉന്നത നിയമ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനം. ഇതെല്ലാം അനൌദ്യോഗികമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്നത്. AKG സെന്ററിൽ റെയ്ഡ് നടക്കുമെന്ന അഭ്യൂഹം ഇതിനിടെ ശക്തമാകുന്നുണ്ട്. പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്ര ഏജൻസി എത്തുന്നതിനെ തടയാൻ അവിടെയും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. റെഡ് വോളണ്ടിയർമാരെ എന്തിനും ഏതിനും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു.
കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുകയാണെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഏകോപനത്തിനും പ്രതിരോധത്തിനും അതിവിശ്വസ്തരായ CPM അനുഭാവികളെ ഉൾപ്പെടുത്തി ടീമുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെയും കേരള ഹൌസിലെയും കൊച്ചിയിലെയും ടീമുകൾ ഏകോപനത്തിൽ പ്രവർത്തിക്കും. മുഖ്യമന്ത്രിയെയും MV ഗോവിന്ദനെയും ഓരോ നീക്കവും അപ്പോൾ അറിയിക്കും. അതിനനുസരിച്ചാകും അടുത്ത നീക്കങ്ങൾ. അന്വേഷണ സംഘം KSIDCയിൽ പരിശോധനയ്ക്കെത്തിയത് സർക്കാരിനെയും CPMനെയും ഞെട്ടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ KSIDC കോർപ്പറേറ്റ് ഓഫീസിലാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ഇന്നെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതേയില്ല. CMRLൽ 2 ദിവസം പരിശോധന നടത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെ പരിശോധന തീർന്നാൽ അന്വേഷണം എക്സാലോജിക്കിലേക്ക് കടക്കും. വീണ വിജയന് ഇത് കടുത്ത വെല്ലുവിളിയാകുമെന്നാണ് പൊതു വിലയിരുത്തൽ. പല ആരോപണങ്ങൾ മുൻപും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിശക്തമായ പ്രതിരോധ നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.